വളാഞ്ചേരി നഗരസഭ 2024-2025 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ നടന്നു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ജനങ്ങൾക്ക് മുഴുവൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതിന് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയാണ് അഷ്റഫ് അമ്പലത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തനതായി ലഭിക്കുന്ന ഫണ്ടും അതുപോലെ തന്നെ ഗവൺമെന്റിൽ ലഭിക്കുന്ന ഗ്രാന്റും അതുപോലെ തന്നെ കടമെടുപ്പും എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുനിസിപ്പാലിറ്റിയിലും പ്രാദേശികമായി നടപ്പിലാക്കാൻ കഴിയും. പക്ഷെ അതെങ്ങനെ, ഏത് തരത്തിൽ എന്നതിനെ കുറിച്ച് ആസൂത്രണം നടത്തുക എന്നതാണ്. നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമായത് നൽകുക എന്ന ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ സുൽത്താൻ സാഹിബ് MLA ആയിരുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ ഫയർ സ്റ്റേഷൻ അനുവദിച്ചതാണ്. ഈ പ്രദേശത്തെ അപകടങ്ങൾ പതിയിരിക്കുകയും അതുപോലെ തന്നെ തൊട്ടടുത്ത ഭാഗങ്ങളിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അത് അനിവാര്യമാണെന്ന് കണ്ടുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യ മുന്നണി സർക്കാർ അതിന് അനുവാദം നൽകിയത്. പക്ഷെ അതിന് സ്ഥലലഭ്യമായിരുന്നില്ല. അതിന് സ്ഥലം വയ്ക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 5 വർഷത്തെ കാലഘട്ടത്തിന്റെ ടേമിൽ നമ്മൾ നിരന്തരം ശ്രമിച്ചപ്പോൾ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അനുകൂലമായ നടപടി സ്വീകരിക്കുകയും ഇവിടെ CI ഓഫീസിന്റെ അടുത്ത് 50 സെന്റ് സ്ഥലം അതിനുവേണ്ടി വകയിരുത്തി മാറ്റിവെച്ച് അളന്ന് തിട്ടപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. അത് കുറച്ചിപ്പം ഈ നാഷണൽ ഹൈവേക്ക് പോയിട്ടുണ്ട്. എന്നാലും ബാക്കി സ്ഥലം അവിടെയുണ്ട്. ആ സ്ഥലത്ത് ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏകദേശം 3 കോടി രൂപ വകയിരുത്തി അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ എസ്റ്റിമേറ്റ് അംഗീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ അധ്യക്ഷനായിരുന്നു. കഞ്ഞിപ്പുറ ഹെൽത്ത് ആൻഡ് വെൽനസ് കെട്ടിട നിർമ്മാണം, ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് വാഹനം വാങ്ങൽ, നഗരസഭാ സ്റ്റേഡിയം, പ്രവാസികൾക്ക് സ്വയം തൊഴിൽ സംരംഭം, വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ, വയോജനങ്ങൾക്ക് ഉപകരണങ്ങൾ വാങ്ങൽ, ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, പാഠ്യാധി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, മൃഗാശുപത്രി പുതിയ കെട്ടിട നിർമ്മാണം, ഭൂരഹിത ഭവനരഹിതരായവർക്ക് ഭവന സമുച്ചയം, ഹാപ്പിനെസ് സെന്റർ, ഓപ്പൺ ജിം ആൻഡ് ഫിറ്റ്നസ് ഏരിയ, ക്ലോണിയർ ഇമ്പാക്ട്, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, പൈങ്ങണ്ണൂർ GUP സ്കൂൾ ഓഡിറ്റോറിയം നിർമ്മാണം, കല്യാണ ഉറവ, തൊഴുവാനൂർ, പറളിപ്പാടം തോട് പുനരുദ്ധാരണം, നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കൽ, ബലിദേശീയർക്കായുള്ള കലാകായിക മത്സരം, വയോജനങ്ങൾക്ക് ഉല്ലാസയാത്ര തുടങ്ങി നിരവധി കടപ്പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM റിയാസ് സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, വിദ്യാഭ്യാസ കലാകായിക കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാനാത്ത് ഇബ്രാഹിം, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ്, കൗൺസിലർ EP അച്യുതൻ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ C. അബ്ദുൽ നാസർ, അംഗങ്ങളായ പാറശ്ശേരി ഹസീനർ, സലാം വളാഞ്ചേരി, KV ഉണ്ണികൃഷ്ണൻ, മൂർക്കത്ത് മുസ്തഫ, സഫീർ ഷാ, TK ആബിദലി, രാജൻ മാസ്റ്റർ, സുരേഷ് പാറത്തൊടി എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാർ, നിർവ്വഹണ ഉദ്യോഗസ്ഥർ, നഗരസഭാ ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു. നഗരസഭാ സെക്രട്ടറി CH സീന നന്ദിയും പറഞ്ഞു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.